മൈസൂരിലെ പ്രശസ്തമായ ഹനുമാൻ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാര്യസിദ്ധി ഹനുമാൻ ക്ഷേത്രം. ഭക്തരുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കുന്ന ഹനുമാൻ സ്വാമി എന്ന വിശ്വാസമാണ് ഈ ക്ഷേത്രത്തെ വളരെ പ്രസിദ്ധമാക്കിയത്. ഈ ക്ഷേത്രം സ്ഥാപിച്ചത് മഹാനായ സന്യാസിയായ ശ്രീ ഗണപതി സച്ചിദാനന്ദ സ്വാമിജിയാണ്. അദ്ദേഹം സ്ഥാപിച്ച അവധൂത ദത്ത പീഠം എന്ന ആത്മീയ സ്ഥാപനത്തിൻ്റെ ഭാഗമാണ് ഈ ക്ഷേത്രം. ഭക്തരുടെ പ്രാർത്ഥനകൾ കേട്ട് അവരുടെ കാര്യങ്ങൾ വിജയകരമായി നടക്കാൻ അനുഗ്രഹം നൽകുന്ന ഹനുമാൻ എന്ന വിശ്വാസത്തിലാണ് കാര്യസിദ്ധി ഹനുമാൻ എന്ന പേര് വന്നത്. ക്ഷേത്രത്തിലെ ഹനുമാൻ വിഗ്രഹം വളരെ മനോഹരവും ശക്തിയുമുള്ളതാണെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. ഓരോ ദിവസവും പ്രത്യേക പൂജകളും ഭജനകളും നടക്കുന്നു. ഹനുമാൻ ജയന്തി ദിവസങ്ങളിൽ വലിയ ആഘോഷമാണ് നടക്കുന്നത്. ഇന്ന് കാര്യസിദ്ധി ഹനുമാൻ ക്ഷേത്രം മൈസൂരിലെ പ്രധാന ആത്മീയ കേന്ദ്രങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്നു. ഇന്ത്യയിലുടനീളം നിന്നുള്ള ഭക്തർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ ഒരു പ്രത്യേകമായ ഭൂഗർഭ സന്നിധി ഉണ്ട്. അവിടെ പഞ്ചമുഖി ഹനുമാൻ എന്ന ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. പഞ്ചമുഖം എന്നത് 5 മുഖങ്ങൾ എന്നാണ് അർത്ഥമാക്കുന്നത്. ഈ രൂപത്തിൽ ഹനുമാൻ 5 വ്യത്യസ്ത ദൈവരൂപങ്ങളോടെ പ്രത്യക്ഷപ്പെടുന്നു. പഞ്ചമുഖ ഹനുമാന്റെ 5 മുഖങ്ങൾ: ഹനുമാൻ മുഖം ശക്തിയും ധൈര്യവും നൽകുന്നു. നരസിംഹമുഖം ദുഷ്ടശക്തികളിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. ഗരുഡമുഖം വിഷവും നെഗറ്റീവ് എനർജികളും അതിൽ നിന്ന് രക്ഷ നൽകുന്നു. വരാഹമുഖം സമൃദ്ധിയും വിജയവും നൽകുന്നു. ഹയഗ്രീവമുഖം ജ്ഞാനവും ബുദ്ധിയും നൽകുന്നു. ഭക്തർ വിശ്വസിക്കുന്നത് പഞ്ചമുഖ ഹനുമാനെ പ്രാർത്ഥിച്ചാൽ തടസ്സങ്ങൾ മാറും, ദുഷ്ടശക്തികളിൽ നിന്ന് സംരക്ഷണം ലഭിക്കും, ആഗ്രഹങ്ങൾ നിറവേറും. അതിനാൽ തന്നെ ഈ സന്നിധി ക്ഷേത്രത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നായി കരുതപ്പെടുന്നു. വളരെ പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഈ ക്ഷേത്രം മൈസൂരിൽ നിങ്ങൾ എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ എന്തായാലും ഈ കാര്യസിദ്ധി ഹനുമാൻ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്താൻ മറക്കരുതേ.